ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ട് സിനിമയിൽ കാണാനുണ്ട്. പിന്നെന്താ, നന്നായി വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. ബാക്കിയൊക്കെ ആളുകൾ അങ്ങനെയൊന്നുമില്ല. അത് ആളുകൾ കണ്ടിട്ട് ആളുകളുടെ അവാർഡാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. പ്രേക്ഷകർ കാണുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ അവാർഡ്. പിന്നീടുള്ളതൊക്കെ നമ്മളെന്തായാലും ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അവാർഡ് ഫിലിം അല്ലെങ്കിൽ ഒരു അവാർഡിന് വേണ്ടിയിട്ടുള്ളൊരു ഇതെന്നുള്ളതല്ല. കഥാപാത്രം സംവിധായകൻ ആഗ്രഹിച്ച പോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി എന്നുള്ളത് കാണുന്നവരാണ് പറയുന്നത്. ഭയങ്കരമായിട്ടും ടച്ചിങ് ആണല്ലേ? തീർച്ചയായിട്ടും. ഇത് എന്താ പറയുക, പലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ്. നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് അകലമുള്ള ഒരു സബ്ജക്റ്റല്ല. വളരെ അടുത്ത് നിൽക്കുന്ന ഒരു അങ്ങനത്തെ ചില സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാം. അതുപോലെ കവിതയിൽ സമയമുള്ള മനോഹരമായ ഒരു ഗാനം, എന്നാലും ഭയങ്കര ടച്ചിങ് ആണ്. അതെ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ഒരു ഓഡിയൻ എന്നുള്ള നിലയിൽ, പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പിന്നെ അതേപോലെ ക്യാമറ വർക്ക്, ഡയറക്ഷൻ, മൊത്തത്തിൽ സിനിമ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കിഷ്ടമായി. പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഓഡിയൻസാണ്. ഈ സൗഹൃദ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്താ ഇന്നത്തെ കാലത്ത് സിനിമ ചോദിക്കുമ്പോൾ? സൗഹൃദങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഹരി എന്ന് പറയുന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അയാൾക്ക് സ്നേഹമില്ലായിരുന്നെങ്കിൽ അയാൾക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കാം. ഒരു കോൾ ചെയ്താൽ പോലീസ് വരും, അല്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വരും, അല്ലെങ്കിൽ അയാൾ കണ്ട സ്വപ്നം പോലെ അയാൾക്ക് തീർത്ത് കളയാമായിരുന്നു. ആരും ചോദിക്കാനൊന്നും വരില്ല. പല അവസരങ്ങളുണ്ടായിരുന്നു ഇയാളെ ഒഴിവാക്കാൻ. ക്രിസ്റ്റി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഹരിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പല അവസരങ്ങളുണ്ടായിട്ടും അവസരങ്ങൾ ഉപയോഗിക്കാതെ, അയാളെ വേദനിപ്പിക്കാതെ, ഉപദ്രവിക്കാതെ അയാളെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ അസുഖമില്ലാത്ത സുഖമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഹരി എന്ന് പറയുന്ന സുഹൃത്ത് ആഗ്രഹിച്ചു എന്ന് പറയുന്നിടത്താണ് ഈ സൗഹൃദം ഈ സിനിമയിൽ കാണിക്കുന്നത്. അത്രയും മെൻ്റൽ എന്താ പറയുക, മാനസിക നില അവസ്ഥ മോശമായിട്ടും ഈ കൂട്ടുകാരനെ കൊല്ലേണ്ട ഒരു അവസ്ഥ വരരുത് എന്ന് ക്രിസ്റ്റിയുടെ ഏതോ ഒരു ബോധമനസ്സ് അല്ലെങ്കിൽ സ്വബോധ മനസ്സ് ആഗ്രഹിച്ചിരുന്നു. അവിടെയാണ് സൗഹൃദം ഫീൽ ചെയ്യുക. കൂട്ടുകാരനോടുള്ള ആ സ്നേഹവും ആത്മാർത്ഥതയൊക്കെ അയാൾക്കുണ്ട്. അയാളത് എവിടെയോ ഒളിപ്പിച്ചിരുന്നു എന്നുള്ളത് സിനിമയിൽ കാണാൻ കഴിയും. ഒരുപാട് പറഞ്ഞ സിനിമ കാണേണ്ട ആവശ്യം വരില്ല. കഥ മുഴുവൻ ഞാൻ ഇന്ത്യൻ ടൂടെ ഇറങ്ങിയ ഒരു വെല്ലുവിളിയാണ് തോന്നുന്നത്. ഏതാ ഇന്ത്യൻ ടൂടെ ഇറങ്ങിയ പടം അങ്ങനെയൊന്നുമില്ല. ഈ സിനിമയ്ക്ക് ഈ സിനിമയുടേതായ ഒരു സ്വഭാവമുണ്ട്. ഇതിപ്പോൾ ഇത് മാറ്റി അങ്ങനെ വെച്ച് കേരളം മുഴുവനും വലിയ ഹൗസ്ഫുള്ളുകളോ അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രൊമോഷൻ വർക്ക് നടത്തിയിട്ട് കൊമേഴ്സ്യലായിട്ട് കാശ് വരാം, അങ്ങനെയല്ല. ഈ സിനിമയുടെ ഒരു ഇത് മേക്ക് ചെയ്യുന്ന സമയം പോലെ ഇതിനെ സീരിയസ് ആയി സിനിമ കാണുന്ന, ഇത്തരം സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഇതിന് എപ്പോൾ ഇറക്കിയാലും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഇന്ത്യൻ ടൂ പോലത്തെ ഒരു വലിയ സിനിമ വന്നത് നമ്മളെ ബാധിക്കാത്തത്. നമ്മളതിനെ ഭയക്കാത്തത്. കാരണം നമ്മൾ ഈ കോമ്പറ്റീഷനിലൊന്നുമല്ല. ഇതിന് ഈ സിനിമ കാണാനുള്ള ആളുകൾ എന്തായാലും ഈ സിനിമയ്ക്ക് വരും എന്നുള്ള ഒരു വിശ്വാസം. വലിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ ചെറിയ പടങ്ങൾ ബാധിക്കാറില്ല, സ്വാഭാവികമായിട്ട് പറയാറില്ല. കാരണം ഒരുപാട് പടങ്ങൾ ഒരുമിച്ച് ഇറക്കത്തുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ഇറക്കുമ്പം ഈ സൈൻ്റെ ഓഫ് ഇറങ്ങുമ്പോൾ കളക്ഷൻ ബാധിക്കുന്നൊക്കെ പറഞ്ഞില്ല, അത് ഉള്ളതാണ്. അത് എന്താ പറയുക, ഫാറ്റല്ലേ, അതങ്ങനെ സംഭവിക്കില്ലേ, അത് തെറ്റൊന്നുമല്ല. ഒരു ചോദ്യം പറയും, സംവിധായകർ പ്രത്യേക നിർദ്ദേശം അല്ലെങ്കിൽ തമ്മിലാണ്? ഇല്ല, എനിക്ക് ഓരോ സീനും എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഇംപ്രവൈസേഷനുള്ള സാധ്യതകളൊക്കെ ഞാൻ ചോദിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കയ്യിൽ നിന്ന് കിട്ടേണ്ട അങ്ങനത്തെ എന്നേക്കാൾ കൂടുതൽ ആ കഥാപാത്രത്തിനെ അദ്ദേഹത്തിനാണ് നന്നായി അറിയാം. അദ്ദേഹം പറഞ്ഞ് ഉള്ള അറിവാണ് എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഭ്രാന്ത് അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് പോവാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്, എന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വഴങ്ങി നിന്നിട്ടുണ്ട്. അപ്പോൾ കവിത ഒന്നും പാടാൻ പറ്റും? ഇല്ല, എനിക്കറിയില്ല. ഓക്കെ, ഫൈൻ. പ്രേക്ഷകരുടെ അവസാനം പറയാനുള്ളത് പ്രേക്ഷകരോട് ഇത്തരം സിനിമകൾ എന്താ പറയുക, ഇപ്പോൾ വലിയ വലിയ സിനിമകൾ വരും,
എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ പുതിയ കണ്ടുപിടുത്തങ്ങളുള്ള സിനിമകൾ വരും ഒക്കെ ശരിയാണ്. അത് ആ സിനിമകളും കാണണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടേതായ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുള്ള ആർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ വരുമ്പോൾ, ഇങ്ങനെ പുതിയ ആളുകളുടെ പുതിയ ശ്രമങ്ങൾ വരുമ്പോൾ അതിനെയും ഒന്ന് വിലയിരുത്തണം, കാണണം, ചർച്ച ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ.